പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ചിത്രം ശ്രദ്ധിക്കുക. ഒരു കുട്ടി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് നിൽക്കുകയാണ്. തൻ്റെ കണ്ണിൻ്റെ നിരപ്പിലുള്ള വസ്തുവിനെ കാണണമെങ്കിൽ നേരെ, അതായത് തറയ്ക്ക് സമാന്തരമായിട്ട് നേരെ മരത്തിലുള്ള ഒരു ബിന്ദുവിലേക്ക് നോക്കുമ്പോൾ ആണ് കാണുന്നത്. അപ്പോൾ തറയ്ക്ക് സമാന്തരമായി നേരെ മരത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഈ ലൈന് നമ്മൾ നേരെ നോട്ടം, സ്ട്രെയിറ്റ് വ്യൂ എന്നാണ് പറയുന്നത്. ഇനി മുകളിലുള്ള ഒരു വസ്തു കാണണമെങ്കിലോ വി ഹാവ് ടു റൈസ് അവർ ഹെഡ് എ ലിറ്റിൽ. മുകളിലേക്ക് അല്പം തിരിക്കേണ്ടതുണ്ട്. നമ്മുടെ തല മുകളിലേക്ക് അല്പം തിരിച്ചു കഴിഞ്ഞെങ്കിൽ മുകളിലത്തെ നമ്മുടെ കണ്ണിൻ്റെ നിരപ്പിന് മുകളിലുള്ള വസ്തുവിനെ കാണണമെങ്കിൽ നമ്മളുടെ തല അല്പം മുകളിലേക്ക് തിരിക്കേണ്ടതുണ്ട്. യൂഷ്വലി അവർ ലൈൻ ഓഫ് വിഷൻ ഈസ് പാരലൽ ടു ദി ഗ്രൗണ്ട്. ടു സീ തിങ്സ് എ ബിറ്റ് ഹൈ വി ഹാവ് ടു റൈസ് ഓർ എലിവേറ്റ് അവർ ഹെഡ്. നേരെ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ നിരപ്പിലുള്ള ഒരു വസ്തുവിനെയാണ് മരത്തിൽ കാണുക, അല്ലെങ്കിൽ ഒരു പോയിൻ്റാണ് മരത്തിൽ കാണുക. ഈ മുകളിലുള്ള ഒരു വസ്തുവിനെ കാണണമെങ്കിൽ നമ്മുടെ തല അല്പം മുകളിലേക്ക് ഇങ്ങനെ തിരിക്കേണ്ടതുണ്ട്. കണ്ടോ, ഇതുപോലെ തിരിച്ച് മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന, അതായത് ഈ ലൈന് ഉയർത്തി, അതായത് അല്പം തല അല്പം ഉയർത്തേണ്ടതുണ്ട്. നേരെ നോക്കണമെങ്കിൽ ഇതാണ് നേരെ നോട്ടം, സ്ട്രെയിറ്റ് വ്യൂ. അപ്പോൾ ഇങ്ങനെ റേസ്, തല മുകളിലുള്ള വസ്തുക്കളെ കാണാൻ വി ഹാവ് ടു റേസ് അവർ ഹെഡ് എ ലിറ്റിൽ. ഇതിന് പറയുന്നത് റേസ്ഡ് വ്യൂ അല്ലെങ്കിൽ ഉയർത്തി നോട്ടം എന്നാണ്. റേസ്ഡ് വ്യൂ അല്ലെങ്കിൽ ഉയർത്തി നോട്ടം. ദിസ് ഈസ് കോൾഡ് റേസ്ഡ് വ്യൂ. ഉയർത്തി നോട്ടം എന്നാണ് ഇതിന് പറയുന്നത്, ഉയർത്തി നോട്ടം. ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ആംഗിളിന് പറയുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ എന്നാണ്. ആംഗിൾ ഓഫ് എലിവേഷൻ. ഇത് അതായത് റേസ്ഡ് വ്യൂവിനും സ്ട്രെയിറ്റ് വ്യൂവിനും ഇടയ്ക്കുള്ള ആംഗിളിന് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. കണ്ടോ, റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേസ്ഡ് വ്യൂ, സ്ട്രെയിറ്റ് വ്യൂ, രണ്ടിന് ഇടയ്ക്കുള്ള ആംഗിളിന് പറയുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ. ആംഗിൾ ഓഫ് എലിവേഷൻ, ഈ ആംഗിളും അറിയാം, ഈ ഡിസ്റ്റൻസും അറിയാമെങ്കിൽ നമുക്ക് ഈ മരത്തിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഹൈറ്റ് ഓഫ് ദി ട്രീ ഇഫ് ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഈസ് നോൺ. അപ്പോൾ ഇത് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ നമുക്ക് ക്ലൈനോമീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അപ്പോൾ ക്ലൈനോമീറ്റർ ഉപയോഗിച്ച് ആംഗിൾ ഓഫ് എലിവേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക്, അതായത് ഒരു പ്രൊട്രാക്ടറിൻ്റെ ഒരു സൈഡിൽ ഒരു ചെറിയ പൈപ്പ് പിടിപ്പിച്ച് ഒരു ചരട് അതിൻ്റെ താഴോട്ട് കെട്ടി തൂക്കിയിടുക പ്രൊട്രാക്ടറിൻ്റെ സെൻട്രൽ പോയിന്റിൽ നിന്ന്. അപ്പോൾ നേരെ നോക്കുമ്പോൾ ആ പ്രൊട്രാക്ടറിൻ്റെ 90 ഡിഗ്രി ആംഗിളിലൂടെ ആയിരിക്കും ചരട് പോവുക. ഉയർത്തി നോക്കുമ്പോൾ, മുകളിലേക്ക് നോക്കുമ്പോൾ ഈ ചരട് താഴോട്ട് തന്നെ നടക്കും. അപ്പോൾ 90 ഡിഗ്രിയിൽ നിന്ന് കുറച്ച് വ്യതിയാനം വരും. ആ ഡീവിയേഷനാണ് ആംഗിൾ ഓഫ് എലിവേഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ റേസ്ഡ് വ്യൂവിനും സ്ട്രെയിറ്റ് വ്യൂവിനും ഇടയ്ക്കുള്ള ആംഗിളാണ്. നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് പോയെങ്കിലോ. എ മാൻ സ്റ്റാൻഡിങ് 20 മീറ്റർ അവേ ഫ്രം ദി ഫുട്ട് ഓഫ് എ ട്രീ സീസ് ഇറ്റ്സ് ടോപ്പ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 40 ഡിഗ്രി. ഹിസ് ഹൈറ്റ് ഈസ് 1.7 മീറ്റർ. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ട്രീ? ഇവിടെ tan 40 0.84 എന്ന് തന്നിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും 20 മീറ്റർ അകലെ നിൽക്കുന്ന ഒരാൾ മരത്തിൻ്റെ മുകളറ്റം 40 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ആളുടെ ഉയരം 1.7 മീറ്റർ ആയാൽ മരത്തിൻ്റെ ഉയരം കാണുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത ആ മരവും കുട്ടിയും അതുപോലെ തന്നെ ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് സ്ട്രെയിറ്റ് വ്യൂവും റേസ്ഡ് വ്യൂവും അതൊക്കെ മനസ്സിൽ വെച്ച് നമുക്കൊരു ഏകദേശ ചിത്രം വരച്ച് നോക്കാം. എന്തൊക്കെ വേണം? ഇവിടെ മരത്തെ നമുക്കൊരു വര കൊണ്ട് സൂചിപ്പിച്ചാൽ മതി. കുട്ടിയെ ഒരു ചെറിയ വര കൊണ്ട് സൂചിപ്പിക്കാം. ഗ്രൗണ്ടിനെ ഒരു വര കൊണ്ട് സൂചിപ്പിക്കണം. പിന്നെ റേസ്ഡ് വ്യൂവും സ്ട്രെയിറ്റ് വ്യൂവും വരയ്ക്കണം. അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ അടയാളപ്പെടുത്തണം. തന്നിരിക്കുന്ന മെഷേഴ്സ് അടയാളപ്പെടുത്തണം. വരച്ചു വയ്ക്കാമല്ലോ. അപ്പോൾ നോക്കാം ആ ഏകദേശ ചിത്രം കണ്ടോ. ആദ്യം നമ്മൾ ഗ്രൗണ്ട് വരച്ചു. ഇനി എന്ത് ചെയ്യണം? മരം വരയ്ക്കണം. മരത്തെ വരച്ചു, ഒരു വര കൊണ്ട് സൂചിപ്പിച്ചു. വീണ്ടും എന്ത് ചെയ്യണം? കുട്ടിയെ വരച്ചു. കുട്ടിയെ ഒരു വര കൊണ്ട് സൂചിപ്പിച്ചാൽ മതി. ഇനി എന്ത് ചെയ്യണം? സ്ട്രെയിറ്റ് വ്യൂ വരയ്ക്കണം. ഇത് സ്ട്രെയിറ്റ് വ്യൂ. ഇനി എന്ത് ചെയ്യണം?
റേസ്ഡ് വ്യൂ വരണം. റേസ്ഡ് വ്യൂ കണ്ടോ, ഇത് റേസ്ഡ് വ്യൂ. ഇനി എന്ത് ചെയ്യണം? ആംഗിൾസ് മെഷേഴ്സ് അടയാളപ്പെടുത്തണം. എന്തൊക്കെ മെഷർ തന്നിട്ടുണ്ട്? നമുക്ക് ഈ ഡിസ്റ്റൻസ് 20 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ആണ് 20 മീറ്റർ എന്ന് തന്നിരിക്കുന്നത്. അതായത് മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കുട്ടി 20 മീറ്റർ അകലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് 20 മീറ്റർ ആണെന്നറിയാം. അതുപോലെ തന്നെ കുട്ടിയുടെ ഉയരം അറിയാം. കുട്ടിയുടെ ഉയരം എത്രയാ? 1.7 മീറ്റർ ആണെന്നറിയാം. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അതായത് മരത്തെ ഒരു വര കൊണ്ട് സൂചിപ്പിച്ചു, കുട്ടിയെ ഒരു വര കൊണ്ട് സൂചിപ്പിച്ചു. കുട്ടിയുടെ പൊക്കം 1.7 മീറ്റർ ആണ്. കുട്ടി മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് 20 മീറ്റർ അകലെയാണ് നിൽക്കുന്നത്. അതായത് ഹി സീസ് ദി ടോപ്പ് ഓഫ് ദി ട്രീ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 4 ഡിഗ്രി ആംഗിളും തന്നു. ഇനി പേരൊക്കെ കൊടുത്തൊന്ന് അടയാളപ്പെടുത്തി നോക്കാം. അപ്പോൾ ABCDE എന്ന് ഞാൻ പേര് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 1 ആംഗിൾ അറിയാം. ഓപ്പോസിറ്റ് സൈഡാണ് AC, അത് നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. അഡ്ജസൻറ്റ് സൈഡ് BC അറിയാം, 20 മീറ്റർ. ഇത് 20 മീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ടു ബി ഫൗണ്ട് ഔട്ട്, അഡ്ജസൻറ്റ് സൈഡ് ഈസ് നോൺ. ഏത് റേഷ്യോ എടുക്കണം? ഓക്കെ, ടാൻ എടുക്കാം. അപ്പോൾ എന്ത് കിട്ടി? ടാൻ 40 എന്ന് പറയുന്നത് 40യുടെ ഓപ്പോസിറ്റ് സൈഡായ ACയെ അഡ്ജസൻറ്റ് സൈഡായ BC കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ടാൻ 40 = AC/BC എന്ന് എഴുതണം. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? BC അറിയാം നമുക്ക്. അപ്പോൾ AC എന്ന് പറഞ്ഞാൽ BC × ടാൻ 40 എന്ന് എഴുതാം. അപ്പോൾ ടാൻ 40 = ACയുടെ സ്ഥാനത്ത് AC തന്നെ എഴുതുക, BCയുടെ സ്ഥാനത്ത് 20. നമുക്കറിയാം 20 ആണത്. അപ്പോൾ AC എന്ന് പറയുന്നത് 20 × ടാൻ 40 എന്ന് വരും. 20 × ടാൻ 40 എന്ന് പറയുമ്പോൾ ടാൻ 40യുടെ വാല്യൂ ടേബിളിൽ നോക്കി കണ്ടുപിടിക്കുക. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.84. അപ്പോൾ 20 × 0.84 ആണ് AC. അത് 16.80 ആയിരിക്കും. അപ്പോൾ 16.80 എന്തെന്ന് പറയുന്നത് ACയുടെ നീളം. ഇത്രയും നീളം മാത്രം. മരത്തിൻ്റെ നീളമാണെങ്കിലോ A മുതൽ D വരെ വരണം. അതായത് ഇത്രയും നീളം കൂടി കൂടുതൽ വരണം. ആ നീളം നമുക്കറിയാം. മരത്തിൻ്റെ ഉയരമാണ് 1.7. അപ്പോൾ ACയുടെ കൂടെ 1.7 കൂടി കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് ADയുടെ നീളം. അതായത് 16.80 + 1.7 കൂട്ടിയാൽ എന്ത് കിട്ടും? 18.50 എന്ന് കിട്ടും. അതായത് മരത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് 18.50 മീറ്ററാണ്. അപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അങ്ങനെ കണ്ടുപിടിക്കാം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.